മയ്യത്ത് കാണുമ്പോ സത്യം പിടിക്കുമ്പോ ഹൃദയം പൊട്ടിപ്പോയി. ഒരു കുടുംബത്തിനും ഒരു ഫാമിലിക്കും ഇതുപോലുള്ളൊരു എക്സ്ട്രീം പരീക്ഷണമായി പോയി. ഇങ്ങനെയൊക്കെ ഇവർ ഈ നടക്കണ ഇവിടെ നമ്മളൊക്കെ വാർത്ത അടക്കമുള്ള ഇവനെ അറസ്റ്റ് ചെയ്തു അങ്ങനെയുള്ള വാർത്തകളൊക്കെ ഇവൻ കണ്ടിട്ടുണ്ട്. ഇവൻ പുതിയൊരു പോസ്റ്റ് ഇട്ടു, എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഞാനിവിടെ യുക്രൈൻ. വളരെ പ്രകോപനകരമായ ഒരു പോസ്റ്റ്. അതാ പോസ്റ്റർ ഇതാ, നിങ്ങളിത് വായിച്ചു നോക്കി. ഞാൻ പറയുന്നില്ല, നിങ്ങൾ വായിച്ചു നോക്കി. മറ്റൊരു കാര്യം പറയാനുള്ളത്, ആ വാഹനാപകടത്തിൽ 4 കുട്ടികൾ മരണപ്പെട്ടിട്ട് അവശേഷിക്കുന്നത് ഇസ്സ എന്ന് പേരുള്ള ഒരു സഹോദരി മാത്രമാണ്. ഞാൻ ഇന്നലെ മനോരമയിലൊരു വാർത്ത കണ്ടു. ആ ഒരു കുട്ടിക്ക് ഇതുവരെ ആ സഹോദരന്മാർ മരണപ്പെട്ട വിവരം ആ പൊന്നുമോളെ അറിയിച്ചിട്ടില്ല എന്നുള്ള. കാരണം അതവൾക്ക് താങ്ങാൻ കഴിയൂല. ആ ഉമ്മ പോലും അറിഞ്ഞത് ഈ മക്കളെ കബറടക്കുന്നതിൻ്റെ തൊട്ട് മുൻപാണ്. മയ്യത്ത് അവസാനമായിട്ടൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതാ പറഞ്ഞു കേൾക്കുന്നു, ആ ഇസ്സയെ ഇതുവരെ. കാരണം ആ ഷോക്ക് അവൾക്ക് ഒരിക്കലും താങ്ങാൻ കഴിയില്ല. അവൾ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, എവിടെ ഇക്കാക്കാരെവിടെ, ഉണ്ണിമാരെവിടെ, ഒരു ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് നിർത്തിക്കുകയാണ് അത്ര. ആ കുട്ടിക്ക് അള്ളാഹു ക്ഷമിക്കാനുള്ള കരുത്തുള്ള കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഈ 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. നമുക്ക് ആദ്യം ആ ജോസഫ് ബെന്നിയെ കുറിച്ച് പറയാം. ഞാനടക്കമുള്ള പല യൂട്യൂബ് ചാനലുകളും ജോസഫ് ബെന്നിയെ പിടിച്ചു, സൗദി അറേബ്യയിലെ റിയാദിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുത്തിരുന്നു. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ അതല്ല. അയാൾ സൗദിയിലും റിയാദിലൊന്നും അല്ലുള്ളത്. ഇതിൻ്റെ പിറകെ തന്നെയായിരുന്നു ഞാൻ. ഇതിൻ്റെ സത്യം എന്താണ്? കാരണം ഒരു മുഖ്യധാരാ മാധ്യമങ്ങളിലോ ഒരു വാർത്താ ചാനലിലോ ഇവൻ്റെ ഈ തെമ്മാടിത്തരം വാർത്തയാക്കിയിട്ടില്ല. ഇവനെ അറസ്റ്റ് ചെയ്തപ്പോൾ, അറസ്റ്റ് ചെയ്താൽ സൗദിയിലെ ഏതെങ്കിലും ചാനലിലോ അല്ലെങ്കിൽ വേണ്ട അവിടെ ഇഷ്ടംപോലെ മലയാളി ചാനലുകൾ തന്നെ സൗദിയിൽ നിന്നൊക്കെ വാർത്ത കൊടുക്കുന്നവരുണ്ട്. മീഡിയ 1 ഉണ്ട്, എല്ലാ ചാനലിലും ഉണ്ട്. അവരാരും ഇത് വാർത്ത അറസ്റ്റ് ചെയ്താലും വാർത്ത വരണ്ടേ? അങ്ങനെ നോക്കുമ്പോഴേ അന്വേഷിച്ചപ്പോൾ ഇയാൾ സൗദിയിലേ അല്ല. ജോസഫ് ബെന്നി എന്ന് പറയുന്ന ഇയാൾ ഇപ്പോൾ ഉള്ളത് സത്യത്തിൽ UK-ലാണ്. UK-ൽ ഇയാളെ ഭാര്യ UK-ൽ നഴ്സോ എന്തോ ആണ്. അങ്ങനെ ഇയാൾ സൗദിയിലെ റിയാദിൽ ഉണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ സമയത്ത് ഫേസ്ബുക്കിൽ ഇയാൾ താമസം സൗദിയിലെ റിയാദിലാണ് എന്നായിരുന്നു കൂടുതൽ. അത് രീതിയിൽ മാറ്റം വരുത്തിയിട്ടില്ല. സ്വാഭാവികമായിട്ടും ഈ ഗൾഫിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ കെ എം ബഷീറാണ് ആദ്യമായിട്ട് ഈ വിഷയം വാർത്ത കൊടുക്കുന്നത്. അദ്ദേഹം ഇയാൾ സൗദിയിലുണ്ട്, റിയാദിലുണ്ടെന്ന് അന്വേഷിക്കണം, കണ്ടെത്തണം എന്നായിരുന്നു ആ വാർത്തയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ എല്ലാവരും ഉറപ്പിച്ചു ഇയാൾ സൗദിയിലുണ്ട്, റിയാദിലുണ്ടെന്ന്. സത്യത്തിൽ ഇയാൾ എവിടെ ഉള്ളത്? UK-ലാണുള്ളത്. ഇയാൾ ഈ പാവം 4 മക്കൾ അബുദാബിയിൽ മരണപ്പെട്ടപ്പോൾ എല്ലാവരും ദുഃഖപ്പെടുന്ന ഒരു സമയത്ത് അവരെ പന്നി കൂട്ടുന്നത് പോലെ പെറ്റുകൂട്ടുന്നത്, ചത്തൊടുങ്ങട്ടെ എന്ന രീതിയിൽ ഒരു പിശാചിനെ പോലും നാണിക്കുന്ന രീതിയിൽ കമന്റ് ഇട്ടത്. അപ്പൊ നമ്മളൊക്കെ കരുതി ഇയാളെ ഫേസ്ബുക്കിലൊക്കെ റിയാദ് എന്നൊക്കെ ഉള്ളപ്പോൾ ഇയാൾ സൗദിയിലാണ്, റിയാദിലാണ്. അപ്പോഴേക്കും ഏതോ ഒരു ചങ്ങാതി എന്ത് പറയുകയും ചെയ്തു, ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മളത് വിശ്വസിച്ചു. കാരണം നമ്മൾ ആ ഒരു സോഴ്സിനെ, ഗൾഫിലൊക്കെ ഉള്ള ഒരു വ്ളോഗർ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മളെക്കാൾ എന്തായാലും ഗൾഫിലുള്ള വാർത്ത അറിയുമല്ലോ. സാധാരണ ഗൾഫിലുള്ള ചെറിയ വാർത്തയിൽ പോലും മീഡിയ 1-ൽ വരാറുണ്ട്, അതിലും വാർത്തയില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് അന്വേഷണത്തിൽ ഇയാൾ ഗൾഫിലേ ഇല്ല. അപ്പൊ ഈ തെമ്മാടി ഉള്ളത് എവിടെയാണ്? UK-ലാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇവൻ ഈ നടക്കണ ഇവിടെ നമ്മളൊക്കെ വാർത്ത അടക്കമുള്ള ഇവനെ അറസ്റ്റ് ചെയ്തു അങ്ങനെയുള്ള വാർത്തകളൊക്കെ ഇവൻ കണ്ടിട്ടുണ്ട്. ഇവൻ പുതിയൊരു പോസ്റ്റ് ഇട്ടു, എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഞാനിവിടെ UK-ലാണ്. വളരെ പ്രകോപനകരമായ ഒരു പോസ്റ്റ്. അതാ പോസ്റ്റർ ഇതാ, നിങ്ങളിന്ന് വായിച്ചു നോക്കി. ഞാൻ പറയുന്നില്ല, നിങ്ങൾ വായിച്ചു നോക്കി. ഇവൻ ചെയ്ത തെമ്മാടിത്തരത്തിന് ഒരു അല്പം പോലും മനസാക്ഷിക്കുത്തില്ലാതെ, ഒരു കുറ്റബോധമില്ലാതെ ഇവൻക്കൊക്കെ പടച്ചറബ് കൊടുക്കട്ടോ. ആ കുടുംബം എന്ന് അനുഭവിക്കുന്ന ഒരു വേദന, ആ ഒരു 4 സഹോദരങ്ങൾ മരണപ്പെട്ടത് ആ ഇസ്സ അറിഞ്ഞിട്ടില്ല. എങ്ങനെ അറിയിക്കുക? ആ ഉമ്മ ഇന്നും അനുഭവിക്കുന്ന ഒരു വേദന. പടച്ചറബേ, 5 മക്കളുള്ള ഒരു വീട്, 4 മക്കളങ്ങോട്ട് ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് ഇല്ലാതായി എന്ന് ഉൾക്കൊള്ളാൻ പറ്റണ്ടേ? നമ്മുടെ വീട്ടിലേക്കൊന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ വീട്ടിലത്തെ മക്കള് വിരുന്ന് പോയിട്ട് 2 ദിവസം ഇല്ലെങ്കിൽ നമുക്ക് ഉറക്കം കിട്ടുമോ? ഭക്ഷണം കഴിക്കാൻ നമ്മൾ ടൈം ടേബിളിൽ ഇരിക്കുമ്പോൾ ഒരു ഭാഗം ഒഴിവാകുമ്പോൾ നമുക്കൊരു ശൂന്യതയാണ്. ഇതാ വീട്ടിലെ 5 മക്കൾ എന്ന് പറഞ്ഞ ബഹളത്തിന്റെ ബഹളല്ലേ? പിണക്കുമായിട്ട് ആ വീട് ശൂന്യമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. മയ്യത്ത് ഖബറടക്കാനും മറ്റൊക്കെ നേതൃത്വം കൊടുത്ത ഒരാള് പറയുന്ന വാക്കുകളൊന്ന് കേട്ടോക്ക്. മയ്യത്ത് കാണുമ്പോ സത്യം പിടിക്കുമ്പോ ഹൃദയം പൊട്ടിപ്പോയി. ഒരു കുടുംബത്തിനും ഒരു ഫാമിലിക്കും ഇതുപോലുള്ളൊരു എക്സ്ട്രീം പരീക്ഷണമായി പോയി. അള്ളാഹുവിന്റെ അടുത്ത് വന്ന ഒരു വല്ലാത്ത താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു
ഇതാണ് ഉണ്ടായിരുന്നത്. കാരണം അതിനിവിടെ എനിക്ക് അവിടെ അത്താവിൽ നിന്ന് ഞാൻ ഷാക്കിയും കൂടിയിട്ടാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാം വെച്ചിട്ടുണ്ട്. മെയ്ഡിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ്ഡ് അവരെ വീട്ടിലുള്ളതല്ല, അവരെ ബ്രദറിന്റെ വീട്ടിലാണ്. ബ്രദറും ഫാമിലിയും വേറെ പുറത്തു പോകുന്നതുകൊണ്ടാണ് ഈ മെയ്ഡിന് എന്ത് ചെയ്തത്, പിന്നെ അവരെ വീട്ടിലോട്ട് നിർത്തിയത്. അവരെയും ആയുസ് സർവശനായ റബ്ബ് എന്ത് ചെയ്തു, അത്രേ കണക്കാക്കിയിട്ടുള്ളൂ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വിസ ഇവരുടേത് റാസൽ കൈമയായിരുന്നു, മക്കളുടെ ഒക്കെ വിസ. അപ്പോൾ റാസൽ കൈമ വിസ ആകുമ്പോൾ ഇവിടുത്തെ ലോ എന്ന് പറഞ്ഞാൽ ദുബൈയാണ്, ദുബൈയിലൊക്കെ റാസൽ കൈമ ഒക്കെ. പക്ഷേ ഇവർക്ക് ഇവിടെ താമസിക്കുന്നത് വർക്കലായതുകൊണ്ട് ദുബൈയിലായതുകൊണ്ട് ആ ഒരു പരിഗണന എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഇവരെന്താക്കി തന്നു, ചെയ്തു തന്നു. അതേപോലെ കാര്യങ്ങൾ ചെയ്തു തന്നത് കൊണ്ടാണ് ദുബായിൽ വലിയൊരു കാര്യം. സത്യത്തിൽ ഇവൻ എവിടെ അല്ല ഉള്ളത്, ഇവൻ സൗദിയിലും ഇല്ല, റിയാദിലും ഇല്ല, ഇവൻ UK ഏത് UK ഇനി ഉഗാണ്ടയിൽ പോയി ഒളിച്ചാലും, ഇനി ആകാശ ലോകത്ത് ഒളിച്ചാലും ആ പിഞ്ചു മക്കളെ വേദനിപ്പിച്ചപ്പോൾ നിനക്ക് ദൈവമൊന്നുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ നിന്ന് മോനെ നീ അതിന് കണ്ണീരനുഭവിക്കും, അത് ഉറപ്പാ.